ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. നമ്മളിന്ന് വന്നിരിക്കുന്ന പ്ലേസിൻ്റെ പേരാണ് മാൽപേ. നമ്മുടെ ഉടുപ്പിയുടെ അടുത്തുള്ള, കർണാടകയിൽ ഉടുപ്പിയുടെ അടുത്തുള്ള ഒരു ബീച്ചാണ് മാൽപേ ബീച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമായിരിക്കും മാൽപേ ബീച്ചും സെൻറ്റ് മേരീസ് ഐലൻഡും. അപ്പം നമ്മളും ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മാൽപേ ബീച്ചും സെൻറ്റ് മേരീസ് ഐലൻഡും ആണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഈവനിങ് ആവാറാകുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തി. നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ താമസിച്ച സ്ഥലം ഉടുപ്പിയായിരുന്നു. അവിടെ നമ്മൾ മാൽപേയിലേക്ക് സ്കൂട്ടിക്കാണ് വന്നത്. മാൽപേ ബീച്ചിൽ നിന്നും സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് നമുക്ക് ബോട്ട് വഴിയാണ് പോകുന്നത്. അവിടെ നമുക്ക് ബോട്ട് സർവീസിൻ്റെ ഓരോ സെൻറ്റേഴ്സൊക്കെ ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ബോട്ടിൽ ഇത്ര ആളെ വെച്ച് അവരിങ്ങനെ അങ്ങോട്ടേക്ക് ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ഫുൾ ബോട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റ് മേരീസ് ഐലൻഡിൽ ഓൾമോസ്റ്റ് 1 hour സ്പെൻഡ് ചെയ്യാം. അങ്ങനെയാണ് ആ ഒരു ടിക്കറ്റിൻ്റെ എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് മാൽപേയിൽ തന്നെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറുവാണ്. സ്പീഡ് ബോട്ടിങ്ങും ബനാന ബോട്ടിങ്ങും അതുപോലെ കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. ബബിൾസ് ഉണ്ടായിരുന്നു, പിന്നെ ആ ഒരു വാക്ക് വേ പോലെയുള്ള സംഭവം. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ആണ് നമ്മൾ ചെയ്യേണ്ടത് മാൽപേയിൽ. സെൻറ്റ് മേരീസ് ഐലൻഡിൽ അങ്ങനെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ആ ഐലൻഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടും കുറച്ച് അൺടച്ച്ഡ് ആയിട്ടുള്ള ഇതിൽ കിടക്കുന്നതാണ്. നമ്മൾ ഈ പോകുന്ന ആൾക്കാരെ കറക്റ്റായിട്ട് അവർ ആ ഒരു 1 hour കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരും. അവിടെ വേറെ ആരും നമുക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ അവിടെ ഇപ്പോൾ പണ്ട് ഷോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. നമ്മൾ സെൻറ്റ് മേരീസ് ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് മുമ്പ് വന്നവർ തിരിച്ചു പോകും, ആ ബോട്ടിൽ തിരിച്ചു പോകും. നമുക്കുള്ള ബോട്ട് വേറെ വരും. അങ്ങനെയാണ് അവിടെ ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സെൻറ്റ് മേരീസ് ഐലൻഡ്. ഇവിടെ ഇങ്ങനെ പറഞ്ഞില്ല, ഒരു ഷോപ്പൊക്കെ ഉണ്ട്. നേരത്തെ അങ്ങനെ ഒരു ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒന്നും അവർ ഇൻസൈഡ് അലോ ചെയ്യില്ലായിരുന്നു. ഒരു വാട്ടർ ബോട്ടിൽ പോലും അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു നേരത്തെ. അപ്പോൾ ഇതാണ് സെൻറ്റ് മേരീസ് ഐലൻഡ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഒരുപാട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. എന്താ ഒരു പ്രത്യേക ഒരു ഫീലാണ്. നമ്മൾ വേറെ ഒരു കൺട്രിയിലുള്ള ഒരു ബീച്ചിലെല്ലാം പോയ പോലത്തെ ഒരു ഫീലാണ്. അവിടെ അത്രയും മനോഹരമാണ്. വാട്ടറിൻ്റെ കളറൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ക്ലിയറും ബ്ലൂ ഷെയ്ഡ്സിലൊക്കെ വരുന്നതാണ്. നമ്മൾ മാൽപേ ബീച്ചിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ അല്ല ഇവിടുന്ന് കാണുന്നത്. നമുക്കെല്ലാവർക്കും സെൻറ്റ് മേരീസ് ഐലൻഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ സ്പെൻഡ് ചെയ്ത ടൈമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. നല്ല ഗോൾഡൻ അവേഴ്സിലായിരുന്നു നമ്മളവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഒന്നും കൂടെ ഒരു ബെറ്ററായിരുന്നു. 1 hour നമുക്ക് ഇനഫായിട്ട് ഫീൽ ചെയ്തില്ല. ഇനിയും കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്താൽ കൊള്ളാം നമുക്ക് ഫീൽ ചെയ്തു. കറക്റ്റ് 1 hour ആയപ്പോൾ തന്നെ അവർ വന്ന് നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്യും. ഓരോ ട്രിപ്പിന് വരുന്നവരുടെയും ടിക്കറ്റിൻ്റെ കളേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് നമുക്കവർ ബോട്ട് അറേഞ്ച് ചെയ്യും. അങ്ങനെ നമ്മൾ ആ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ റിട്ടേൺ പോരുവാണ്.
നമ്മൾ തിരിച്ച് മാൽപ്പ എത്തിയപ്പോഴേക്കും ഒരു ടീം ഫുള്ള് ഡാൻസ് ഒക്കെ ആയിരുന്നു, റീൽസ് എടുക്കുകയാണ്. അവരെല്ലാവരും മലയാളീസ് ആയിരുന്നു. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വാട്ടർ സ്പോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കുറേ നേരം നോക്കി, പിന്നെ ഒന്നും നമുക്ക് കൊണ്ട് സെറ്റായില്ല, പേടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇയറിന് നമ്മൾ ചൂസ് ചെയ്തു. ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഫുള്ള് വേവ് ഒക്കെ വരുമ്പോഴേക്കും ആ ഒരു ടൈം ഈവനിങ് ടൈമിൽ വേവ് ഒത്തിരി കൂടുതലുമായിരുന്നു. അപ്പം ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമുക്ക് ആദ്യം കയറുമ്പോൾ വലിയൊരു എഫക്റ്റ് തോന്നില്ല, പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് നമുക്ക് ഭയങ്കരമായിട്ടതിങ്ങനെ വേവിൽ ഭയങ്കരമായിട്ട് ഷെയ്ക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. സോ ദാറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ മാൽപ്പേ ബീച്ചിനോട് ബൈ ബൈ പറയാണ്. ഇതൊരു മിനി വ്ളോഗായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് see you in next vlog.